നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ശനി മഹാപ്രദോഷമാണ്. ഈ ഒരേ ഒരു വസ്തു പശുവിനും കാക്കയ്ക്കും ദാനമായി നൽകിയാൽ 7 ജന്മങ്ങളിലെ പാപങ്ങളും പിതൃദോഷങ്ങളും ഇല്ലാതായി ലക്ഷം ലക്ഷമായി പണം വന്നു ചേരുന്നതാണ്. അതേതു വസ്തുവാണ്, ഏത് സമയത്താണ് നൽകേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജൂൺ 25 തീയതി ശനിയാഴ്ചയാണ് വരുന്നത്. ശനിയാഴ്ച എന്നത് വെങ്കടേശ്വര സ്വാമിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളിലെ ശനി ഭഗവാനും വിശേഷപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. മാത്രമല്ല, ഈ ദിവസമാണ് ശനി മഹാപ്രദോഷം വരുന്നതും. പ്രദോഷങ്ങളിൽ വളരെ വിശേഷപ്പെട്ട പ്രദോഷമാണ് ശനി മഹാപ്രദോഷം. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എത്രയോ വിശേഷപ്പെട്ടതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ ഈ ദിവസം പശുവിനും കാക്കയ്ക്കും ഈ ഒരു വസ്തു ദാനമായി നമ്മൾ നൽകിയാൽ ജീവിതത്തിലെ സകലവിധ ദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ്. അതിനാൽ നാളെ സന്ധ്യയ്ക്ക് 4:30-നും 6 മണിക്കും ഇടയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി പശുവിന് ഭക്ഷണം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ അത് നൽകാവുന്നതാണ്. പശുവിനും കാക്കയ്ക്കും നൽകേണ്ട ആ ഒരു വസ്തു ഏതാണ്? അതുപോലെ തന്നെ കാക്കയ്ക്കും ശനി പ്രദോഷത്തിനും എന്താണ് ബന്ധമുള്ളതെന്നും നോക്കാം. കാക്ക എന്നാൽ അത് ശനി ഭഗവാന്റെ വാഹനമാണ്. യമലോകത്ത് കാത്തു നിൽക്കുന്ന യമദേവന്റെ ദൂതൻ എന്നും കാക്കയെ വിശേഷിപ്പിക്കാവുന്നതാണ്. പൊതുവായി ശനി ഭഗവാനെ ശനീശ്വരൻ എന്നാണ് വിളിക്കാറ്. കാരണം ശനി ഭഗവാനു മാത്രമാണ് ഈശ്വര പട്ടം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈശ്വരന് തുല്യമായ ഒരു ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശനി ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഒരു കൈപ്പിടി ഭക്ഷണം കാക്കയ്ക്ക് നിത്യേന നമ്മൾ നൽകിയാൽ നമ്മുടെ 7 ജന്മങ്ങളിലെ പാപങ്ങൾ തീരുകയും പിതൃദോഷമില്ലാതാകുന്നതുമാണ്. നമ്മുടെ പൂർവികരുടെ ആത്മാവ് മരണശേഷം അവർ വസിച്ചിരുന്ന ഇടത്തേക്ക് വരും. ഹൈന്ദവ വിശ്വാസപ്രകാരം കാക്കയുടെ രൂപത്തിലാണ് നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണാനെത്തുന്നതെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം നൽകുന്ന ആ ഒരു ആചാരം ഇന്നും നിലനിൽക്കുന്നത്. പൊതുവായി അമാവാസി ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകാറുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ, അതായത് ശനി മഹാപ്രദോഷം വരുന്ന ദിവസങ്ങളിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതാണ്. കൂടാതെ തീരാത്ത കടബാധ്യതയും തീർന്നു കിട്ടുന്നതുമാണ്. 7:30 ശനി മൂലമുണ്ടാകുന്ന ദോഷങ്ങളും കാഠിന്യങ്ങളും കുറഞ്ഞു കിട്ടുന്നതുമാണ്. കാക്കയ്ക്ക് നിത്യേന ഭക്ഷണം നൽകുന്നവർ ചോറ്, ബിസ്ക്കറ്റ്, മിക്സർ, കുതിർത്ത മുന്തിരി, അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളത് വെക്കാവുന്നതാണ്. കാക്കയ്ക്ക് ഏതു ഭക്ഷണം നൽകിയാലും എച്ചിൽപ്പെടാത്ത ശുദ്ധമായ ഭക്ഷണമാണ് നൽകേണ്ടത്. ഇനി വിശേഷ ദിവസങ്ങളിലാണ് നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആ വിശേഷ ദിവസം ഏത് ദിവസമാണ് വരുന്നത്, ആ ദിവസത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ആധിക്യമാണുള്ളത്, അതിനനുയോജ്യമായ ഭക്ഷണം കാക്കയ്ക്ക് നൽകുന്നതിലൂടെ ആ ഗ്രഹത്തിൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ്. നാളെ ശനിയാഴ്ച ദിവസമാണ് ശനി മഹാപ്രദോഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാക്കയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണ്. ഇനി ത്രയോദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്നാൽ ജൂൺ 26 തീയതി രാത്രി 10:22 ത്രയോദശി തിഥി ആരംഭിച്ച് ജൂൺ 28 പുലർച്ചെ 12:43 ത്രയോദശി തിഥി അവസാനിക്കുന്നത്. പൊതുവായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ഭഗവാനെ പ്രാർത്ഥിച്ച് കാക്കയ്ക്ക് ഭക്ഷണം നൽകി വന്നാൽ 7:30 ശനി, അഷ്ടമശനി, കണ്ടകശനി തുടങ്ങിയ ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും ഈ ദോഷങ്ങൾ മൂലം നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ വഴിമാറിപ്പോകുന്നതുമാണ്. ഇതുമാത്രമല്ല, ശനിയാഴ്ച എന്നത് വെങ്കടേശ്വര സ്വാമിയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഉചിതമായ ദിവസമാണ്. ഈ ദിവസം ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ്. ശിവഭഗവാനും വിഷ്ണു ഭഗവാനും ശനി ഭഗവാനും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ള ഈ വിശേഷ ദിവസം ആരും തന്നെ പാഴാക്കരുത്. നാളെ ശനി മഹാപ്രദോഷ ദിവസം കാക്കയ്ക്ക്
നിങ്ങൾ എന്തു ഭക്ഷണം നൽകിയാലും അതിനോടൊപ്പം കുറച്ച് എള്ളു കൂടി കലർത്തി നൽകുക. പ്രദോഷ ദിവസം മാത്രമല്ല, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും എള്ള് കലർന്ന ഭക്ഷണം കാക്കയ്ക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പൂർവ്വജന്മ പാപങ്ങളും ദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ്. ഇതുകൂടാതെ കുരുമുളക്, കറുത്ത ഉഴുന്ന് എന്നിവ അരിയോടൊപ്പം ചേർത്ത് വേവിച്ച് അങ്ങനെയും കാക്കയ്ക്ക് നൽകാവുന്നതാണ്. മരിച്ച നമ്മുടെ പൂർവികർ കാക്കയുടെ രൂപത്തിൽ വന്ന് ഭക്ഷണം സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ഇനി കാക്കയ്ക്ക് മാത്രമല്ല, നാളെ പശുവിന് ഭക്ഷണം ദാനമായി നൽകുന്നതും വളരെ വിശേഷമാണ്. ഒരു കെട്ട് പുല്ലോ, ഇനി പുല്ല് ലഭ്യമല്ലാത്തവർക്ക് പച്ചരിമാവ്, ശർക്കര, 2 പഴം എന്നിവ കലർത്തി പശുവിന് നൽകാവുന്നതാണ്. ഗരുഡ പുരാണ പ്രകാരം വിഷ്ണു ഭഗവാന്റെ വിയർപ്പിൽ നിന്നാണ് എള്ള് ഉണ്ടായത്. അതിനാൽ പശുവിന് എള്ളിൻ പിണ്ണാക്ക് ദാനം നൽകുന്നതും പുണ്യകരമാണ്. ഇതുകൂടാതെ വീടിനു പുറത്തോ ക്ഷേത്രത്തിലോ ഉള്ള ഉറുമ്പിൻ കൂടുകളിൽ കുറച്ച് പച്ചരി മാവും ശർക്കരയും കലർത്തി വിതറുന്നത് 7 ജന്മങ്ങളിലെ പാപങ്ങളും പിതൃദോഷങ്ങളും അകറ്റുവാൻ സഹായിക്കും. ഇനി നാളെ ദാനകർമ്മങ്ങളും പരിഹാരങ്ങളും ചെയ്യുന്നതിന് രാഹുകാലം ഒഴിവാക്കിയുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാളെ വൈകുന്നേരം 4:30 മുതൽ 6 വരെയുള്ള പ്രദോഷകാലത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതിവിശേഷമാണ്. ഇത്തരം ലളിതമായ കാര്യങ്ങൾ പൂർണ്ണവിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുന്നതിലൂടെ ശനി ഭഗവാന്റെയും ശിവഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നതാണ്. ശ്രീ മഹാദേവനെ ആരാധിക്കുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് ത്രയോദശി സന്ധ്യയിലെ പ്രദോഷകാലം. അതുകൊണ്ട് തന്നെ പരമശിവന്റെയും ശ്രീ പാർവതീദേവിയുടെയും ക്ഷേത്ര ദർശനത്തിനും പ്രാർത്ഥനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഏറ്റവും ഉത്തമമായ സമയമാണ് പ്രദോഷം. ഈ വേളയിൽ നടത്തുന്ന ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും അതിവിശേഷമായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. പ്രദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശനിപ്രദോഷവും സോമപ്രദോഷവും. ശനിയാഴ്ച വരുന്ന പ്രദോഷം ശനിപ്രദോഷം എന്നറിയപ്പെടുന്നു. ഈ ദിവസം ശിവ ആരാധന നടത്തുന്നത് ശനിദോഷ ശമനത്തിനും കഷ്ടനിവാരണത്തിനും കാര്യസിദ്ധിക്കും അത്യന്തം ശ്രേഷ്ഠമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് ശിവനെ ധ്യാനിച്ചും മന്ത്രജപം ചെയ്തും പ്രാർത്ഥിച്ചാലും അതേ പുണ്യം ലഭിക്കുന്നതാണ്. പരമാവധി ജപിക്കേണ്ട മഹാമന്ത്രം ഓം നമഃശിവായയാണ്. ഇതുകൂടാതെ ഓം ഹ്രീം നമഃശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കാം. ഇതുകൂടാതെ ഉമാമഹേശ്വര സ്തോത്രം, ശിവപഞ്ചാക്ഷര സ്തോത്രം, പ്രദോഷ സ്തോത്രം, ശിവസഹസ്രനാമം, ലിംഗാഷ്ടകം, കാലഭൈരവാഷ്ടകം, ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം, അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചൊല്ലാവുന്നതാണ്. പ്രദോഷ സന്ധ്യയിൽ ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം അനുഗ്രഹം ചൊരിയുന്ന കരുണാമൂർത്തിയായാണ് ഭഗവാനെ ആരാധിക്കപ്പെടുന്നത്. ഈ വിശേഷപ്പെട്ട ശനി പ്രദോഷത്തിൽ ഭക്തിപൂർവം ശിവനെ ആരാധിക്കുക. ഓം നമഃശിവായ മന്ത്രം പരമാവധി ജപിക്കുക. മഹാദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് ഐശ്വര്യവും മനഃശാന്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.